വെൽക്കം ബാക്ക് ടു വീട്ടുവൈദ്യം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പിരികവും അതേപോലെ കൺപീലിയൊക്കെ നല്ല കട്ടയായിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ളൊരു കാജലാണ്, കൺമഷിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഈ കാജൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും രണ്ട് ഇൻഗ്രീഡിയൻസാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ചിരട്ടയാണ്, പിന്നെ ഉള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ചിരട്ട വെച്ചിട്ടുള്ള ഈ കാജൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ചിരട്ടയാണ് എടുക്കുന്നത്. 2 ചിരട്ട നമുക്ക് കത്തിക്കണം. അപ്പോൾ കത്തിച്ചിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ കരി ഫുള്ളായിട്ട് നമുക്ക് കിട്ടാൻ പാകത്തിന് നമുക്കിങ്ങനെ കത്തിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കത്തിക്കുകയാണെങ്കിൽ ചിരട്ടയുടെ മാത്രമായിട്ടുള്ള കരിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വേറെൻ്റെ കൂടെയൊക്കെ കത്തിക്കുമ്പോൾ നമുക്ക് വേറെ കരിയൊക്കെ വരും. അപ്പോൾ നമുക്ക് ചിരട്ട മാത്രമായിട്ട് മതി. ഇതിപ്പോൾ കത്തി തീരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് കത്തി തീർന്നു കഴിയുമ്പോൾ കുറച്ച് കരിയാണ് നമുക്ക് കിട്ടുള്ളൂ. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയും കരിയാണ് നമുക്ക് കിട്ടിയത്. ഇത് ചൂടാറിയതിന് ശേഷമാണ്. അപ്പോൾ ഈ കരി നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തുണിയാണ് എടുത്തേക്കുന്നത്. തുണിയുടെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അടിയിലൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. മിക്സിയിലിട്ട് കഴിഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ലാത്ത കാരണം ഒരുപാട് പൊടിഞ്ഞ് കിട്ടൂല. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇതേപോലെ ഈ ഒരു പ്രോസസ്സ് കാണിക്കുന്നത്. അപ്പോൾ തുണിയാണ് ഇട്ടേക്കുന്നത്. തുണിയുടെ മുകളിൽ അല്ലെങ്കിൽ നമ്മൾ കടലാസൊക്കെ വെച്ച് കഴിഞ്ഞാൽ കീറിപ്പോവും ഇങ്ങനെ ഇടിക്കുമ്പോൾ. അപ്പോൾ തുണിയാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ കടലാസ് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കണികൾ കടലാസിലേക്ക് വീണോളും. ഇത് നമുക്ക് ശരിക്കും ഒന്ന് പൊടിച്ചെടുക്കാം. ചിരട്ടയുടെ കരി വെച്ചിട്ട് നമ്മൾ കൺമഷി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല കട്ടി പിരികൊക്കെ വരുന്നതാണ്. 1 മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല പിരിവും കിട്ടുന്നതാണ്. അതേപോലെ ഇത് നമുക്ക് കൺമഷിയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ഐക്കോണിക് കാജലൊക്കെ ഉണ്ടല്ലോ, അതേപോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിത് ഒരു ഇതേപോലത്തെ ഇതിലിട്ടിട്ട് നമ്മൾ ഇത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം. ഇത് 2 ലെയർ തുണിയാണ് ഞാനിവിടെ ഇട്ടേക്കുന്നത്. 2 ലെയർ തുണി ഇടുമ്പോൾ ചെറിയ പൊടിയായിട്ടുള്ള സംഭവമാണ് താഴേക്ക് ചാടുകയുള്ളൂ. കട്ടിയുള്ളതൊന്നും ചാടില്ല. നല്ല നൈസായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൊടി മാത്രമാണ് നമുക്കിതിൽ കിട്ടുള്ളൂ. ഇത് കണ്ടോ. അപ്പോൾ ഇത് ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ട്. അത്രയും ചിരട്ടയുടെ പൊടിയിൽ നിന്നാണ് നമുക്ക് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പൊടി കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് വാസലിനാണ്. വാസലിൻ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലിയാണ്. ഞാനിവിടെ പെട്രോളിയം ജെല്ലിയാണ് 1 സ്പൂൺ എടുത്തേക്കുന്നത്. നമുക്ക് 1 സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബൗളിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കണ കരിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. നല്ലോണം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കരിയും പെട്രോളിയം ജെല്ലിയും നല്ലോണം മിക്സ് ആവണം. അപ്പോൾ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ വെള്ളം വെച്ചിട്ട് അത് തിളപ്പിക്കണം. അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ ബോൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ചൂട് കൊണ്ടിട്ട് ഇത് നല്ലോണം മെൽറ്റ് ആവും. അതേപോലെ ഇത് രണ്ടും നല്ലോണം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്, നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇത് അലിഞ്ഞ് കഴിയുമ്പോഴാണ് മിക്സ് ആവുള്ളൂ. ഇത് ഇനി ചൂടാറിയതിന് ശേഷം കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ മോൾഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു മോൾഡിലേക്കാണ് ഇടുന്നത്. നമുക്ക് ഇത് മോൾഡ് ഇല്ലെങ്കിൽ നമ്മൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ നേരത്ത് നോബ് ഇടുമല്ലോ. കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ നേരത്ത് പൈപ്പിംഗ് ബാഗിലിടുന്ന നോസിൽസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അല്ലോ. അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ കൂർത്ത് വരുന്ന ആ ഒരു മോഡലിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇതേപോലെ ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിനോട് ആ ലിപ്സ്റ്റിക്കിൻ്റെ മോഡൽ ഇതാണ് കിട്ടുള്ളൂ. ഇതല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു കൺമഷിയുടെ അത്രയുള്ള പാത്രത്തിൽ ഒരു ടിന്നിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതായാലും മതി. ഇതിപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്കിത് സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഉണ്ടോ, ഇതിപ്പോൾ കൺമഷി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പിരികത്തിലും അതേപോലെ കണ്ണിൻ്റെ ഉള്ളിലൊക്കെ തേക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ പിരികമൊക്കെ നല്ല കട്ടിയായിട്ട് വളരാനായിട്ട് ഇത് നല്ലതാണ്. ഇതെല്ലാവരും യൂസ് ചെയ്യുക. ഇത് ശരിക്കും കൺമഷിയുടെ യൂസ് തന്നെയാണ്. നമ്മൾ കൺമഷി കണ്ണിൽ എഴുതൂലേ, കുറച്ചെടുത്തിട്ട് കയ്യിലെടുത്തിട്ട് കണ്ണെഴുതണ പോലെ തന്നെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീട്ടുവൈദ്യത്തിൽ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ടിപ്പായിട്ട് വരുന്നവരേക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.